എൻ്റെ പൊന്നു മക്കളെ മമ്മൂസിൻ്റെ വീഡിയോ ഞാൻ കണ്ട്. എനിക്ക് മൈക്കൊന്നും വെച്ചിട്ട് ഇയാളെ ടൈമില്ല. കാരണം അത് കണ്ടേക്കിന് എനിക്കിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തരിച്ച് കയറി. ഞാനാണ് ആ പോലീസുകാരനുണ്ടെങ്കിണ്ടല്ല എൻ്റെ മുഖം അങ്ങനെ പിടിച്ചിങ്ങനെ ഒരതിർന്ന് ഇങ്ങനെ ട്രെയിനിൻ്റെ സൈഡിൽ വെച്ചിട്ട് അമ്മാതിരി ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചൊറിയാണ്. പക്ക റോങ്ങാണ്. ആ ചെറുക്കണ്ടല്ല, ഒരു മാറ്റമല്ല. വയസ്സിൽ താഴായിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പറഞ്ഞാൽ ആ പോലീസുകാർ ക്ഷമിച്ചിരുന്നില്ലെങ്കിൽ നാട്ടുകാർ കണ്ടാലും വേണ്ടില്ല വെച്ചിട്ട് ഇടിച്ച് കോനാട്ടാക്കിയാണ് ചങ്ങായിയുടെ മോന്ത. അത്രക്കുണ്ട് ചൊറിഞ്ഞ്. ഒരു വക എന്താ എനിക്കിങ്ങനെ തരിച്ചു കയറുന്നുണ്ട് സത്യം. ഞാൻ ഒരു നിമിഷം ആലോചിച്ച് പോയി എത്ര ക്ഷമിച്ചിട്ടാണ് ആ പോലീസുകാരൻ നിന്നിരുന്നത് എന്നുള്ളത്. കാരണം അത്രയും റോങ് ആയിട്ടാണ്. ആ ഒരു സൈഡിൽ കൂടെ പോയി വെക്കുമ്പോൾ ആള് പറയാണ് മുഖം കാണിക്കാൻ ഫേമസ് ആവണം. ഇവൻ ആരാണ്? എന്നെ പൊന്ന് തൊപ്പിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മിക്കവാറും വഴി പോണ എല്ലാ തല്ലും നിനക്ക് മേടിച്ചു തരും. മിക്കവാറും എരന്ന് മേടിക്കും. അത് ഏണി വെച്ച് കയറി മേടിച്ചു തരും. ഇവനായിരിക്കും നിന്റെ അന്തകം. എഴുതി വെച്ചോ. ഇവനെ നീ എത്രയും പെട്ടെന്ന് മാറ്റില്ലെങ്കിൽ നിന്റെ അന്ത്യം അടുത്തന്നെ ഉണ്ടാവും. അതിലൊരു തർക്കമില്ല. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്ന് എവിടെയൊക്കെ പോകണം അവിടെ നിന്നൊക്കെ എല്ലാ തല്ലും ഏണി വെച്ച് കയറി നിന്റെ തലക്കിട്ട് വരുത്തുകയാണ്. അമ്മാതിരിയാണ് അവൻ്റെ ചൊറിയും കാട്ടിക്കൂട്ടിലും കണ്ടിട്ട്. ഞാൻ ഇത്രയ്ക്ക് മുന്നേ ഒരു വീഡിയോ ഒന്ന് പണ്ട് ഇറങ്ങിയിട്ട് ഇതേപോലെ സീനായതാണ്. അന്ന് ആ ചെറുക്കൻ എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കുന്നു. പിന്നെ കരഞ്ഞ് മെഴുകി തിരിച്ച് വന്ന് വീണ്ടും എടുത്ത് നീ കൂടെ കൂട്ടി കൊണ്ടുപോയി ഇനി അടുത്ത ഏണിക്കുള്ള വകുപ്പുകൾ ഉണ്ടാക്കി തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവനെ നീ മാറ്റില്ലെങ്കിൽ നിനക്ക് എപ്പോൾ പണി കിട്ടിയെന്ന് വെച്ചാൽ മതി. അതിൻ്റെ ഒരു സിഗ്നൽ സൈനാണ് ഇപ്പം നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും സാമ്പിളാണെന്നാണ് തോന്നുന്നത് ഇവൻ്റെ സ്വഭാവം കണ്ടിട്ട്. ഇത് വെറും സാമ്പിൾ വെടിക്കിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ ശരിക്ക് വൺ സീനാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവർ പോലീസ് അങ്ങോട്ട് കയറി തല്ലാൻ ചെല്ലുന്നൊക്കെ പറയുന്നത്, തല്ലിന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനൊന്നൊരു തെളിവ് ഇവർ കാണിച്ചിട്ടില്ല. അതാണ് വാസ്തവം. ഇനിയിപ്പോൾ തല്ലിയെന്നഞ്ഞിരിക്കട്ടെ, ഇവരെന്താ പോകേണ്ടത്? ഡയറക്റ്റ് പോയി കംപ്ലൈൻറ്റ് ചെയ്യുക, അതിനെതിരെ പരാതിപ്പെടാ, തെളിവുണ്ടെങ്കിൽ അവർ കാണിക്കുക. അല്ലാതെ തിരിച്ചിങ്ങനെ കയറി ചൊറിയ ഒരുമാതിരി ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മോശമായിട്ട് ആ ടി പെരുമാറി തന്നിരിക്കട്ടെ, എന്താ ചെയ്യേണ്ടത്? അതിനനുസരിച്ചിട്ടുള്ള തെളിവ് കാണിച്ചിട്ട് അതിനുള്ള വഴികൾ നോക്കാന്നല്ലാതെ ഈ ടിനെ വന്ന് പോലീസുകാരന് എല്ലാവരെയും കയറി ഇട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ഈ കാര്യം. പ്രത്യേകിച്ച് ഇവനെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നാലെ കുറേ പേരുണ്ടാവും. ഈ കാരണം ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരില്ലേ. തൊപ്പി ഉണ്ടാവും ഇവൻ്റെ പിന്നിൽ, അത്യാവശ്യം ആൾക്കാർ സപ്പോർട്ട് നിൽക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇവൻ ഈ കാണിക്കുന്നതെങ്കിൽ മോനെ നിനക്ക് തെറ്റി. പണ്ടത്തെ ആൾക്കാരൊന്നുമില്ല, നല്ല ബുദ്ധിയും ബോധമുള്ള ടീമാണ്. നിന്നെ പോലത്തെ വിദ്യാഭ്യാസം ഇല്ലാത്തവനല്ല കൊച്ചെറുക്കുക, മനസ്സിലാക്ക്. വിദ്യാഭ്യാസമുള്ള ടീമാണ്. നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ കാണുള്ളൂ, സപ്പോർട്ട് ചെയ്യാൻ. ഇല്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഓർമ്മ ഉണ്ടല്ലോ, നിനക്ക് ഒരു തവണ കിട്ടിയതാണ്. നീ കരഞ്ഞ് മെഴുകി തൂറിയിട്ടാണ് പിന്നീട് കയറിയത്, മനസ്സിലായിക്കോ. മുന്നത്തെ അവസ്ഥ അറിയാതെ നീ എന്താണെന്നുള്ളത് നീ വ്യക്തമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ നിന്റെ ക്യാരക്ടർ നീ എന്താണെന്നുള്ള പക്കായിട്ടുള്ള നീ തന്നെ പറഞ്ഞിട്ട് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൾക്കാർ മൈൻഡിലുണ്ട്, മറന്നിട്ടൊന്നുമില്ല. അത് നീ മനസ്സിലാക്കുക. അതൊക്കെ വെച്ചിട്ട് നീ ഓക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നീട് ഇമാതിരി പരിപാടി ഒപ്പിച്ചിട്ട് ഇത്രയും വലിയ തെറ്റുണ്ടായിട്ട് പിന്നീട് ആൾക്കാർ നിൻ്റെ ഒപ്പം നിൽക്കുമോ ഇല്ല എന്നുള്ളത് നീ ഇത്രയെങ്കിലും തലച്ചോറുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് കേട്ടോ. എന്നിട്ട് ഇമാതിരി കോപ്രായങ്ങളോ ഇമാതിരി അഴുക്ക പരിപാടികൾ നീ കാണിച്ചാൽ മതി. പിന്നെ തൊപ്പിക്കെന്നല്ല, ഏത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയായി കഴിഞ്ഞാലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അറിഞ്ഞുകൊണ്ട് കളിക്കുക. കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും സപ്പോർട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കളിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, മനസ്സിലായ? അഹങ്കാരം തലക്ക് പിടിച്ച് നീ കാട്ടി കൂട്ടുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. കുറച്ചൊക്കെ ഒന്ന് ഡിസിപ്ലിനൊക്കെ ആവശ്യമാണ് ലൈഫിൽ. കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പക്വത ഇല്ലയെന്നറിയാം, പ്രായം അതാണ്. പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആൾ നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. ഈവൻ തൊപ്പി അടക്കം ഇതിന് റെസ്പോൺസിബിളാണ്. കാരണം തൊപ്പിയുടെ ഞാനിങ്ങനെ പറയുള്ളൂ, കാരണം തൊപ്പിയുടെ കഴിവില്ലായ്മയാണ് ഈ കൊച്ചെറുക്കനൊക്കെ ഇങ്ങനെ കാണിച്ച് കൂട്ടുന്നതും ഇവനെടുത്തതും ഇവനെ വീണ്ടും ഗ്യാങ്ങിലെടുത്ത് കണ്ടിന്യൂ ചെയ്ത് ഇമാതിരി അങ്ങനെ ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തത് തൊപ്പിയാന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ വന്ന് വീഴുക അവസാനം തൊപ്പിയുടെ തലക്കാന്നുള്ള മനസ്സിലാക്കിക്കോട്ടാ. ഈ ചെറുക്കിനെ ഒഴിവാക്കി കഴിഞ്ഞാലും ഇതൊന്നും മാറ്റിയാൽ മാറില്ല. കാരണം നിങ്ങൾ ഗ്യാങ്ങിൽ പെട്ട ഒരുത്തനാണ്, എല്ലാവരും റെസ്പോൺസിബിളാണ്. അത് ആലോചിക്കുക ഫസ്റ്റ്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം അത്രയും മോശമായിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടതിൽ ആ കൊച്ചെറുക്കൻ കാണിച്ചു കൂട്ടുന്നത്.
അവൻ എന്തിൻ്റെ ധൈര്യത്തിലാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. കാരണം അവനെ കൊണ്ടൊന്നും നടക്കില്ല. അവന് കുറച്ച് ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സും കമൻറ്റും ഒക്കെയാണ്. ഒരു പൂച്ചക്കുഞ്ഞ് പോലും കാണില്ല മോനെ. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും കാണില്ല. നീ ഒറ്റപ്പെടും, അനുഭവിക്കും. ഒരിക്കൽ നടന്ന ഓർമ്മ ഉണ്ടല്ല, എന്നിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ പോലെ ഒരു വല്ല മെൻ്റൽ ഉണ്ടാകുന്ന പോലും സംശയമാണ്. അത്രക്കാണ് കാണിച്ചു കൂട്ടുന്നത്. അത് മെൻ്റലൊന്നല്ല. എനിക്ക് തോന്നുന്നത് മെൻ്റലൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ കുത്തിക്കഴപ്പ് എന്ന് പറയുന്നതിന് അല്ലാണ്ട് മെൻ്റലായിട്ടല്ല. കാരണം കുറച്ച് ഇപ്പോൾ ഫുഡും കിട്ടുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കുത്തിക്കഴപ്പാണ്, വേറെ ഒന്നുമല്ല. പിന്നെ മെൻ്റൽ എന്നൊന്നും പറഞ്ഞിട്ട് ആ രീതിയിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോവണ്ട. ഇതേ കുത്തിക്കഴപ്പ് എന്ന് പറയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, വേറെ ഒന്നുമല്ല. നല്ലത് കിട്ടാത്തതിൻ്റെ കുറവാണ് ശരിക്ക്. ഈ പോക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പഞ്ഞിക്കിടും, അത് ഉറപ്പാണ്. കൊച്ചിറക്കാണെന്ന് നോക്കില്ല. കാരണം ചെയ്യണതിന് ഒരു പരിധി ഇല്ലടേ. ആൾക്കാർക്ക് ക്ഷമക്കൊക്കെ ഒരു പരിധി ഇല്ലേ? ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് എത്രയെന്ന് വെച്ചിട്ടാണ് ആൾക്കാർ കൺട്രോൾ ചെയ്ത് നിൽക്കുക? അതിന് പക്ഷേ ഒരു പരിധി ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ തൊപ്പി ഇവനെ കൺട്രോൾ ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ ഗ്യാങ്ങിൽ നിന്ന് ഔട്ടാക്കണം. ആ ഒരു ഡിസിപ്ലിനിലൊക്കെ കാര്യങ്ങൾ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ തീർന്ന്. അധികം നാളൊന്നും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.